ഇടതിന്റെ ഉരുക്കുകോട്ട തകർക്കാൻ UDF കരുത്തുകാട്ടാൻ BJPയും. പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടുന്ന മണ്ഡലമാണ് നെന്മാറ. 2008 മണ്ഡലം പുനർനിർണയത്തിന് ശേഷമാണ് ഈ മണ്ഡലം ഇന്നത്തെ രൂപത്തിലായത്. പഴയ കൊല്ലങ്കോട് മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഈ മണ്ഡലം രൂപീകരണത്തിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനൊപ്പം മാത്രം നിന്ന ചരിത്രമാണുള്ളത്. മണ്ഡലത്തിൽ ഇത്തവണ മാറ്റമുണ്ടാക്കാനാകുമെന്ന് ശുഭാപ്തി വിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. മണ്ഡലത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങളുമായി BJPയും മുന്നോട്ടു പോവുകയാണ്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലങ്കോട് മണ്ഡലം UDF തരംഗത്തിനിടയിലും ഇടതുപക്ഷം നിലനിർത്തിയിരുന്നു. KA ചന്ദ്രനെ പരാജയപ്പെടുത്തി B ചെന്താമരാക്ഷൻ നിയമസഭയിലെത്തി. 4900-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. ചെന്താമരാക്ഷൻ 50,000-ലധികം വോട്ടുകൾ നേടിയപ്പോൾ UDFന്റെ KE ചന്ദ്രൻ 45,000-ലധികം വോട്ടുകൾ പിടിച്ച് ശക്തമായ മത്സരം കാഴ്ചവെച്ചു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊല്ലങ്കോട് മണ്ഡലത്തിൽ B ചെന്താമരാക്ഷനും KE ചന്ദ്രനും തന്നെ ഇടതിനായി മത്സരത്തിനിറങ്ങി. മുൻ തവണത്തേക്കാൾ വോട്ടുകളും ഭൂരിപക്ഷവും കൂടുതൽ നേടിയാണ് അന്ന് ചെന്താമരാക്ഷൻ വീണ്ടും വിജയിച്ചത്. KE ചന്ദ്രനാകട്ടെ വോട്ടുകളുടെ എണ്ണം മുൻ തവണത്തേതിന് സമാനമായി 45,000-ൽ തന്നെ നിന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലം പുനർനിർണയത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു. CPMന്റെ മുതിർന്ന നേതാവ് V ചെന്താമരാക്ഷൻ വീണ്ടും സ്ഥാനാർത്ഥിയായി. എന്നാൽ KA ചന്ദ്രന് പകരം കരുത്തനായ MV രാഘവനെയാണ് അന്ന് UDF മണ്ഡലം പിടിക്കാനുള്ള ചുമതലയേൽപ്പിച്ചത്. 2011 ശക്തമായ പോരാട്ടത്തിനാണ് നെന്മാറ മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. ചെന്താമരാക്ഷൻ 64,175 വോട്ടുകൾ പിടിച്ച് ഒരിക്കൽ കൂടി LDF കോട്ട കാത്തു. MV രാഘവൻ 55,506 വോട്ടുകൾ നേടാനായി. 8,669 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ചെന്താമരാക്ഷൻ ഒരിക്കൽ കൂടി നിയമസഭയിലെത്തിയത്. 2016 നെന്മാറയിലെ കരുത്തനായ നേതാവ് B ചെന്താമരാക്ഷന് പകരം K ബാബുവിനെയാണ് ഇടതുപക്ഷം കളത്തിലിറക്കിയത്. മുൻ കേന്ദ്രമന്ത്രി AV രാമകൃഷ്ണനായിരുന്നു UDF സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥികൾ മാറിയെങ്കിലും മണ്ഡലത്തിൽ സ്വഭാവത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. 7,400-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ K ബാബു വിജയിച്ചു. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നെന്മാറ ഇടതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള പ്രവണതയാണ് കാണിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി നെന്മാറ പൂർണ്ണമായും ഇടതുകോട്ടയാണെന്ന് തെളിയിച്ചു. സിറ്റിംഗ് MLA ആയിരുന്ന K ബാബു ഇടതുപക്ഷത്തിനായി വീണ്ടും മത്സരിക്കാനിറങ്ങിയപ്പോൾ വലിയ ഭൂരിപക്ഷമാണ് മണ്ഡലത്തിൽ LDFന് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി CN വിജയകൃഷ്ണനായിരുന്നു എതിരാളി. 28,704 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് K ബാബു വിജയിച്ചത്. BJPക്ക് ഇവിടെ ഏകദേശം 15% വോട്ടുകൾ ലഭിക്കാറുണ്ട്. 2021 AN അനുരാഗ് 21,234 വോട്ടുകൾ നേടിയിരുന്നു.